ഇനി അടുത്തത് മോഡ്യൂൾ 4-ലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ടോപ്പിക്ക് ഒന്നെങ്കിൽ അതിൻ്റെ ഡെറിവേഷൻ അല്ലെങ്കിൽ പ്രോബ്ലം അല്ലെങ്കിൽ രണ്ടും കൂടെ ആയിട്ട് വരാറുള്ള പോയിൻറ്റിങ് വെക്റ്റർ ആൻഡ് പോയിൻറ്റിങ് തിയറം. ഇപ്പം പോയിൻറ്റിങ് വെക്റ്ററിൻ്റെ അകത്ത് പോയിൻറ്റിങ് തിയറത്തിനകത്ത് എന്താണ് ഇത് നമുക്കറിയാം. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിൻ്റെ എന്താണ് ഉദ്ദേശം? അത് ഒരു എനർജി ഒരു സോഴ്സിൽ നിന്ന് ഡെസ്റ്റിനേഷനിലോട്ട് പോകും. ആ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിൻ്റെ അകത്ത് ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡിനും കോമ്പിനേഷനായിട്ടുള്ള ഒരു വേവ് ഫോമാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിൻ്റെ അകത്ത് ബോത്ത് ഇലക്ട്രിക്കൽ ആൻഡ് മാഗ്നറ്റിക് എനർജിയാണ് ഫ്രം ദ സോഴ്സ് ആൻഡ് ടു ഡെസ്റ്റിനേഷൻ ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പം അത് എത്ര പവറാണ് ട്രാൻസ്ഫർ ആകുന്നത്, എത്ര എനർജിയാണ് ട്രാൻസ്ഫർ ആകുന്നത് കണ്ടുപിടിക്കുന്നതാണ് ഈ പോയിൻറ്റിങ് തിയറം സ്റ്റേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം അത് കണ്ടുപിടിക്കാൻ നമ്മൾ അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ ഉണ്ട്. പോയിൻറ്റിങ് തിയറം സ്റ്റേറ്റ്സ് ദാറ്റ് ദ ആൽജിബ്രൈക് സം, അതായത് വെക്റ്റർ പ്രോഡക്റ്റ് ഓഫ് ആൽജിബ്രൈക് സം ഓഫ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞ് എനർജി ഡെൻസിറ്റി പറഞ്ഞേക്കുന്നത്. അപ്പം അതിൻ്റെ ഡെറിവേഷനിലോട്ട് നമുക്ക് പോവാം. ഓക്കെ, നിങ്ങളുടെ നോട്ടിൻ്റെ അകത്ത് തന്നതാണ്. അപ്പോൾ ഇതാണ് ഇത്. പവർ എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു ക്രോസ് പ്രോഡക്റ്റ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡാണ് പോയിൻറ്റിങ് വെക്റ്റർ. ഈ പി എന്ന് പറയുന്നതാണ് പോയിൻറ്റിങ് വെക്റ്റർ. ഓക്കെ, ഇതിൻ്റെ ഡെറിവേഷന് ഇപ്പോൾ പറയാം. ഇതിൻ്റെ അകത്ത് നമുക്കറിയാം പോയിൻറ്റിങ് വെക്റ്റർ എന്ന് പറയുന്നത് ഇ ഇൻറ്റു എച്ച് ആണെന്നറിയാം. ഇ എന്ന് പറയുന്നത് നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ മാതിരി ഇലക്ട്രോ മാഗ്നറ്റിക് വേവിൻ്റെ അകത്ത് ഇലക്ട്രിക് ഫീൽഡ് എക്സ് ആക്സിസിലും മാഗ്നറ്റിക് വേവ് വൈ ആക്സിസിലും. അപ്പോൾ നമുക്ക് ഇ എക്സ് എ എക്സ് ക്രോസ് എച്ച് വൈ എ വൈ. അപ്പോൾ നമുക്കറിയാം എ എക്സ് ക്രോസ് എ വൈ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രോസ് പ്രോഡക്റ്റ് ചെയ്യുന്നേരം എ ഇസഡ് ആണ്. അപ്പോൾ പോയിൻറ്റിങ് വെക്റ്റർ പി ഈക്വൽ ടു ഇ എക്സ് എച്ച് വൈ എ ഇസഡ്. ഓക്കെ, അപ്പോൾ ഈ ടേമിനെ നമുക്ക് ഇസഡ് ഡയറക്ഷനിലാണോ പോകുന്നത്? അപ്പം പോയിൻറ്റിങ് വെക്റ്റർ പി ഈക്വൽ ടു പി ഇസഡ് എ ഇസഡ് എന്ന് പറയാം. ഇനി അതിൻ്റെ ഡെറിവേഷന് കാണാമെന്നിരിക്കാം. അപ്പോൾ നമുക്ക് ഇയുടെ ഇക്വേഷൻ അറിയാം. ഇ എം കോസ് ഒമേഗ ടി മൈനസ് ബീറ്റ ഇസഡ് എ എക്സ്. കറസ്പോണ്ടിങ്ലി നമുക്ക് ഇൻറ്റർസിക് മീഡിയം എന്ന് പറയുന്നത് ഇ എം ബൈ എച്ച് എം ആണ്, ഇലക്ട്രിക് ഫീൽഡ് ബൈ. അപ്പം നമുക്കറിയാം മാഗ്നറ്റിക് ഇഫക്റ്റിൻ്റെ അകത്തെ ഇക്വേഷൻ, ഫീൽഡിലെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എച്ച് എം കോസ് ഒമേഗ ടി. സെയിം ഇയുടെ പകരം എച്ച് എഴുതുക, ബാക്കിയെല്ലാം ടേം എ എക്സിന് പകരം എ വൈ ആണ് കൊടുക്കേണ്ടത്. ഓക്കെ, അതിൽ നമുക്ക് ഇൻറ്റർസിക് റേഷ്യോ എന്ന് പറഞ്ഞാൽ ഇ ബൈ എച്ച് ആണെന്നറിയാം. അപ്പം ഈ എച്ച് എമ്മിനെ നമുക്ക് റീപ്ലേസ് ചെയ്യാമല്ലോ. ഇ എം ബൈ ഇൻറ്റർസിക് ഇമ്പിഡൻസ്, അതാണ് ഇവിടെ എഴുതിയേക്കുന്നത്. അപ്പോൾ ഇത് റീപ്ലേസ് ചെയ്ത് എച്ച് ഈക്വൽ ടു ഇ എം ബൈ, മെയിൻലി നമുക്ക് രണ്ടും ഒരേ രീതിയിൽ വന്നാലല്ലേ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അതിന് വേണ്ടിയാണ് നമ്മൾ ചെയ്തേക്കുന്നത്. ഇക്വേഷൻ ടേംസ് എല്ലാം ഒരേ രീതിയിലാക്കും. ഇ എം ബൈ ഇൻറ്റർസിക് ഇമ്പിഡൻസ് ഇൻറ്റു കോസ് ഒമേഗ ടി മൈനസ് ബീറ്റ ഇസഡ് എ വൈ. അപ്പോൾ ഇത് നമുക്ക് ക്രോസ് പ്രോഡക്റ്റ് ചെയ്യാമല്ലോ. ഇയുടെ ആ സെയിം ഇക്വേഷൻ ഇ എം കോസ് ഒമേഗ ടി മൈനസ് ബീറ്റ ഇസഡ് ഇൻറ്റു എ എക്സ് മൈനസ് എച്ച് എമ്മിൻ്റെ അവിടെ ഇ എം, ഈ ഇക്വേഷൻ ഇ എം ഇൻറ്റർസിക് ഇമ്പിഡൻസ് ഇൻറ്റു കോസ് ഒമേഗ ടി മൈനസ് ബീറ്റ ഇസഡ് എ വൈ. ഇപ്പം എ എക്സും എ വൈ വരുന്നേരം എ ഇസഡ്, ഇ എം ഇൻറ്റു ഇ എം എന്ന് പറഞ്ഞാൽ ഇ എം സ്ക്വയർ, കോസിന് 2 വട്ടം വരുന്നതാണ് കോസ് സ്ക്വയർ ഒമേഗ ടി മൈനസ് ബീറ്റ ഇസഡ്. ഇത്രയും വരെ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ആ ഇക്വേഷൻ്റെ അകത്തുനിന്ന് നമുക്ക് പവർ കണ്ടുപിടിക്കാമല്ലോ. ഡെൻസിറ്റി, ആവറേജ് പവർ കണ്ടുപിടിക്കുന്നത് എങ്ങനെയായിരുന്നു? നമ്മൾ ഫസ്റ്റ് ഇയറിലും ഒക്കെ പഠിച്ചിരുന്ന എന്തായിരുന്നു? 1/t ഇൻ്റഗ്രൽ 0 to t പവറിൻ്റെ ഇക്വേഷൻ അല്ലേ? നോക്കാതാണ് 1/t 0 to t ഇ എം സ്ക്വയർ ഗാമ ഒമേഗ കോസ് സ്ക്വയർ ഒമേഗ ടി. ഇത് കോൺസ്റ്റൻ്റ് ആണ്, അത് നമ്മൾ വെളിയിലെടുത്തു. നമുക്ക് ഈ കോസ് സ്ക്വയർ ഒമേഗ ടി മൈനസ് ബീറ്റ ഡി ഇയെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ കോസ് സ്ക്വയറിനെ
1 പ്ലസ് കോസ് 2 തീറ്റ ബൈ 2 ഫോമിലാക്കാമല്ലോ. 1 പ്ലസ് കോസ് 2 തീറ്റ ബൈ 2 എന്ന് പറയുന്നത് കോസ് സ്ക്വയർ തീറ്റയല്ല, ആ ഫോമിലാക്കി. അപ്പോൾ ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നേരം 1/2നെ വെളിയിൽ വേണം എടുക്കുക, അല്ലെങ്കിൽ ഇതെന്ന് തന്നെ എന്താ ഇൻ്റഗ്രൽ ഓഫ് ഡി ടി ബൈ 2 എന്ന് പറഞ്ഞാൽ എന്താണ് ഇൻ്റഗ്രൽ ടി ബൈ 2 പ്ലസ് കോസ് സ്ക്വയർ ഒമേഗ ടി മൈനസ് ബീറ്റ സെഡ് ബൈ 2 ഇൻറ്റു ഡി ടി എന്ന് പറയുന്നേരം കോസിൻ്റെ ഇൻ്റഗ്രൽ വരുന്നേരം എന്താണ് സൈൻ 2 ഒമേഗ ടി ഇൻറ്റു 2 വരത്തില്ലേ, അതാണ് എഴുതിയേക്കുന്നത് 2 ഇൻറ്റു. കാരണം നമുക്കറിയാം കോസ് തീറ്റയുടെ ഇൻ്റഗ്രൽ സൈൻ തീറ്റ, കോസ് 2 തീറ്റ എന്ന് പറയുന്നത് എന്താണ് സൈൻ 2 തീറ്റ ബൈ 2. അപ്പോൾ ഇവിടെ നമ്മൾ വിത്ത് റെസ്പെക്റ്റ് ടു ഡി ടി ആയതുകൊണ്ട് 2 ഒമേഗ താഴെ വന്നത്. ഇത്രയും ക്ലിയർ ആയോ? ഇനി ടിയുടെ അവിടെ എല്ലാം ക്യാപിറ്റൽ ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നേരം ടി ബൈ 2 പ്ലസ് സൈൻ 2 ഒമേഗ ടി ബൈ 2 ബീറ്റ ഇസ് 4 ഒമേഗ. സിംപ്ലിഫൈ ചെയ്യുന്നേരം ഈ ഫോമിലാണ് വരുന്നത്. നമുക്കറിയാം ഒമേഗ ടി എന്ന് പറഞ്ഞാൽ എന്താണ് ഒമേഗ ടി എന്നല്ല ഫുൾ ഒരു ഫ്രീക്വൻസി പറയുന്നത് 2πf. ഇല്ലെങ്കിൽ നമുക്ക് ഓർക്കാനായിട്ട് ഇത് നമുക്കറിയാം ഫ്രീക്വൻസി ഒമേഗ ഈക്വൽ ടു 2πf. അപ്പോൾ അതിൻ്റെ കൂടെ രണ്ടിടത്തും ടി കൊടുക്കുകയാണെങ്കിൽ നമുക്കറിയാം 1/t എന്ന് പറയുന്ന ഫ്രീക്വൻസി ആണല്ലോ. അപ്പോൾ ആ രണ്ടും ക്യാൻസലായി മിച്ചം വരുന്ന എന്താണ് ഒമേഗ ടി ഈക്വൽ ടു 2π. അതാണ് ഇവിടെ എഴുതിയത്. അപ്പോൾ നമുക്ക് ഇവിടെ എല്ലാം ഈ 2π ഒമേഗ ടി നടന്നാൽ 2π വരുന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിൽ എന്താ ഒരു സൈൻ 4π വരുമല്ലോ. വേറെ ഇടത്തൊന്നും ഒമേഗയില്ല. നമുക്കറിയാം സൈൻ 4 ഈവൻ ഏത് പൈ വരുവാണെങ്കിലും സൈനിൻ്റേത് 0 ആണെന്നറിയാലോ. അപ്പോൾ ആ ക്യാൻസൽ ഔട്ട് ആവുമല്ലോ. മിച്ചം വരുന്ന എന്താണ് ഈ സൈൻ ഓഫ് മൈനസ് 2 ബീറ്റ ഇസഡ് ബൈ 4π ഇവിടെ പ്ലസ് സൈൻ 2 ബീറ്റ ഇസഡ് ബൈ 4π. അപ്പോൾ രണ്ടും ക്യാൻസൽ ഔട്ട് ആവും. മിച്ചം ഇ എം സ്ക്വയർ ബൈ ടി ഇൻറ്റു ഇൻട്രിൻസിക് ഇംപെഡൻസ് ഇൻറ്റു ടി ബൈ 2. ടിയും ടിയും ക്യാൻസൽ ഔട്ട് ആവും. മിച്ചം വരുന്ന എന്താ പവർ ആവറേജ് പവർ ഈക്വൽ ടു ഇലക്ട്രിക് ഫീൽഡിൻ്റെ സ്ക്വയർ ഇൻറ്റു 2 ടൈംസ് ഇൻട്രിൻസിക് ഇംപെഡൻസ് അല്ലേ. അതിനെ നമുക്കൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയേക്കുന്ന പി ആവറേജ് ഈക്വൽ ടു ഇ എം ഇൻറ്റു ഇ എം എച്ച് എം. ഇ എം എച്ച് എം എന്ന് പറഞ്ഞാൽ ഇ എം ഇൻട്രിൻസിക് ഇംപെഡൻസ് പറഞ്ഞാൽ എച്ച് എം അല്ലേ. അപ്പോൾ നമുക്ക് എന്താണ് ആവറേജ് പവർ ഈക്വൽ ടു ഹാഫ് ഓഫ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡാണ്. ഓക്കെ, ഇനി അതിൻ്റെ ഇൻ്റഗ്രേറ്റിംഗ് ആൻഡ് പോയിൻറ്റിംഗ് ഫോമിൽ പോയിൻറ്റിംഗ് തിയറം എഴുതാനായിട്ട് നമുക്കറിയാം മാക്സ്വെല്ലിൻ്റെ ഇക്വേഷൻ തന്നെ ഡെൽ ക്രോസ് ഈക്വൽ ടു മൈനസ് ഡോ ബി ബൈ ഡോ ടി ഈക്വൽ ടു മ്യൂ ഇൻറ്റു ഡോ എച്ച് ബൈ ഡോ ടി. ബി ഈക്വൽ ടു മ്യൂ എച്ച് വെച്ച് ഇപ്പോൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നേരം ഡോ ബിയെ വരുന്നേരം മ്യൂ വെളിയിൽ വന്ന് ഡോ എച്ച് ബൈ ഡോ ടി അതായത് ഇവിടെ. സിമിലർലി ഡെൽ ക്രോസ് എച്ച് എന്ന് പറയുന്നതും എന്താ വരിക ജെ പ്ലസ് ഡോ ഡി ബൈ ഡോ ടി. ഈ ഡിയെ നമുക്ക് എന്താ ഇക്വേഷൻ ഡി ഈക്വൽ ടു സിഗ്മ ഇൻറ്റു ഇ. ഇതുപോലെ തന്നെ കണ്ടക്ഷൻ കറണ്ടിനെ കണ്ടക്റ്റിവിറ്റി ഇൻറ്റു ഇ വെച്ച് ചെയ്യുമല്ലോ. അതാണ് ഇക്വേഷൻ നമ്പർ 2. ഇനി ഇവിടെ എന്താ ചെയ്തേക്കുന്നത് പറഞ്ഞാൽ ഈ സെക്കൻഡ് ഇക്വേഷനെ ത്രൂ ഔട്ട് ഇ വെച്ച് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തേക്കാം. അപ്പോൾ എന്താ വരിക ഇ ഡോട്ട് സിഗ്മ ഇ പ്ലസ് ഇ ഡോട്ട് എപ്സിലോൺ ഡോ ഇ ബൈ ഡോ ടി. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ വെക്റ്റർ ഐഡൻറ്റിറ്റി നമ്മൾ വേവ് ഇക്വേഷൻ്റെ അകത്താണെങ്കിലും എല്ലാത്തിലും ഉപയോഗിച്ച ഒരു ഇക്വേഷനായിരുന്നു. അതാണ് ഈ ഇക്വേഷൻ. ഡെൽ ഡോട്ട് എ ക്രോസ് ബി എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആണ്. നേരത്തെ ഞാൻ വേവിൻ്റെ അകത്തും വേവ് ഇക്വേഷൻ്റെ അകത്തും ഈ ഇക്വേഷൻ ഐഡൻറ്റിറ്റി ഉപയോഗിച്ചിരുന്നു. എന്ന് പറഞ്ഞാൽ എന്താ ബി ഡോട്ട് ഡെൽ ക്രോസ് എ മൈനസ് ഡെൽ ക്രോസ് ബി. അപ്പോൾ ഇതിൻ്റെ അകത്ത് എയും ബിയും ഞാനിപ്പോൾ അസ്യൂം ചെയ്തേക്കുന്നത് എ എന്ന് പറഞ്ഞാൽ ഇയും ബി എന്ന് പറയുന്ന എച്ചുമാണ്. അപ്പം ഈ ബിയുടെ അവിടെ എന്താണ് ഇക്വേഷൻ എഴുതേണ്ടത്? ഈ ബി കറസ്പോണ്ടിങ്ങിലി ഈ ഇക്വേഷൻ എഴുതുന്നേരം ബിയുടെ അവിടെ
എയുടെ അവിടെ ഉള്ളിടത്തെല്ലാം എന്താണ് ഇയുടെ അവിടെ എ നോക്ക്, ഇയുടെ അവിടെ ഡെൽ ക്രോസ് എച്ചിൻ്റെ അവിടെ ബി വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട്. പിന്നെ ഇയുടെ അവിടെ എന്താണ് വരിക, ഈ ഇക്വേഷൻസ് നമ്മൾ നേരെ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേക്കുക. എക്സ്പാൻഡ് ചെയ്ത് നേരം വരുന്നതാണ് ഈ ഇക്വേഷൻ. എക്സ്പാൻഡ് ചെയ്താതാണ്ട് ബിയുടെ അവിടെ എച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേക്കുന്നു. ഡോട്ട് ഡെൽ ക്രോസ് എ എന്ന് പറയുന്നിടത്ത് ഇ മൈനസ് എന്താണ് ഡെൽ ക്രോസ് എച്ച്, ഡെൽ ക്രോസ് ബി എന്ന് പറഞ്ഞാൽ ഡെൽ ക്രോസ് എച്ച് ഡോട്ട് എ. അത് ഈക്വൽ ടു നമ്മുടെ ഈക്വേഷൻ, തേർഡ് ഇക്വേഷൻ. ഓക്കെ, ഇത്രയും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഈ ഇക്വേഷനാണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേക്കുന്നത്. കൺഫ്യൂസ് ചെയ്യരുത്, എയും ബിയും വന്ന് ഇവിടെ കൺഫ്യൂസ് ചെയ്യരുത്. ഇപ്പോൾ ഈ ഇക്വേഷൻ വന്നു കഴിഞ്ഞിട്ട് നമുക്കറിയാം എന്താണ് ഇനി എന്താ ടേം ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ, ഇവിടെ നമ്മൾ ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൻ്റെ അകത്ത് നമുക്ക് ഈ ഇക്വേഷൻ 1 ഉണ്ടല്ലോ, ഡെൽ ക്രോസ് ഇ, ഇവിടെയും ഡെൽ ക്രോസ് ഇ, ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഓക്കെ, ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ എല്ലാം പ്രോഡക്റ്റ് വേണ്ടേ, ഈ ടേം ഇപ്പുറത്തോട്ട് കൊടുക്കുക. ഓക്കെ, ആ കൊടുത്തതാണ് ഇവിടെ എഴുതിയേക്കുന്നത്. മ്യൂ എച്ച് ഡോ എച്ച് ബൈ ഡോ ടി മൈനസ് ഡെൽ ഇൻറ്റു ഇ ക്രോസ് എച്ച് ഈക്വൽ ടു സിഗ്മ ഇ സ്ക്വയർ പ്ലസ് ഇ ഇൻറ്റു ഡോ ഇ ബൈ ഡോ ടി. ഓക്കെ, ഇതിൻ്റെ അകത്തുനിന്ന് ഇതിപ്പം 3 ടേമായിട്ട് നമുക്ക് പറയാമല്ലോ. ഒരു ടേം ഈ സിഗ്മ ഇൻറ്റു ഇ സ്ക്വയർ പ്ലസ് എപ്സിലോൺ ഇ ഇൻറ്റു ഡോ ഇ ബൈ ഡോ ടി പ്ലസ് ഈ ടേമിനെ ഇപ്പുറത്തോട്ട് എടുക്കുകയാണെങ്കിൽ എന്താണ് മ്യൂ എച്ച് ഇൻറ്റു ഡോ എച്ച് ഇൻറ്റു ഡോ ടി ആണല്ലോ. അപ്പോൾ നമുക്ക് ഈ ഡി ഡോ ബൈ എച്ച് ഡോട്ട് എച്ച് ഇങ്ങനെയല്ല വരുന്നത്. ഈ ടേമിനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യുന്നേരം എന്താണ് എച്ച് ഡോട്ട് ഡോ എച്ച് ബൈ ഡോ ടി പ്ലസ് എച്ച് ഡോട്ട് ഡോ എച്ച്, രണ്ടും എച്ച് ഡോട്ടല്ലേ, എച്ച് ഡോട്ട് ഡോ, അതാണ് എഴുതിയേക്കുന്നത്. അപ്പോൾ ഇതിനെ ഡോ എച്ച് സ്ക്വയർ ബൈ ഡോ ടി എന്ന് എഴുതാമല്ലോ. അപ്പോൾ ഇത് രണ്ടും സെയിമാണ്, 1 + 1 അപ്പോൾ 2 ഇങ്ങനെ എഴുതാമല്ലോ. അപ്പോൾ നമുക്കിവിടെ എന്താണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്, എച്ച് ഡോട്ട് ഡോ എച്ച് ബൈ ഡോ ടി, അതല്ലേ ഇത് ഈ ടേം. അപ്പോൾ ഇവിടെ റീപ്ലേസ് ചെയ്താൽ മതിയല്ലോ. എച്ച് ഡോട്ട് ഡോ എച്ച് എന്ന് പറഞ്ഞാൽ ഹാഫ് ഈ 2h ഇപ്പുറത്തോട്ട് വരുന്നേരം 2h അല്ല 2, ഇത്രയും ടേം എന്ന് പറഞ്ഞാൽ ഹാഫ് ഡോ എച്ച് സ്ക്വയർ ബൈ ഡോ ടി സ്ക്വയർ. അപ്പോൾ ഈ ടേമിനെ നമുക്ക് റീപ്ലേസ് ചെയ്യാമല്ലോ. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ സെയിം ഇത് തന്നെയല്ലേ ഫോം. ഇവിടെ നമുക്ക് വരുന്നേരം എന്താണ് സിമിലർലി ഈ ടേം എന്ന് പറയുന്നത് എന്താ ഹാഫ് ഡോ ഇ സ്ക്വയർ ബൈ ഡോ ടി സ്ക്വയർ. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ 5നെ റിട്ടേൺ ചെയ്യാമല്ലോ. ഇതിനെ ഹാഫ് മ്യൂ ഡോ എച്ച് സ്ക്വയർ ബൈ ഡോ ടി സ്ക്വയർ മൈനസ് ഡെൽ ഇൻറ്റു ഇ ക്രോസ് എച്ച് ഈക്വൽ ടു സിഗ്മ ഇ സ്ക്വയർ പ്ലസ് ഹാഫ് ഡോ ഇ സ്ക്വയർ ബൈ ഡി ടി സ്ക്വയർ, ഇവിടെ ഒരു സ്ക്വയറുണ്ട് വിട്ടുപോയിട്ടുണ്ട്, ഡി ടി സ്ക്വയർ പിന്നെ സിഗ്മ ആണല്ലോ. എന്നിട്ട് ഇതിനെ ഇത് മാത്രം ഇട്ടിട്ട് ഈ ടേമിനെ ഇപ്പുറത്തോട്ട് വരുന്നേരം എന്താണ് ഈ ഇക്വേഷൻ വരും. ഈ ഇക്വേഷൻ്റെ അകത്ത് നമുക്കറിയാം ഇ ക്രോസ് എച്ച് എന്ന് പറഞ്ഞാൽ പോയിൻറ്റിങ് വെക്ടറാണ് അല്ലേ. അപ്പോൾ ഡെൽ ഡോട്ട് ബി, ഈ നെഗറ്റീവ് ഇപ്പുറത്തോട്ട് എടുത്ത് ഡെൽ ഡോട്ട് ബി ഈക്വൽ ടു മൈനസ് സിഗ്മ ഇ സ്ക്വയർ മൈനസ് ഹാഫ് ഡോ ബൈ ഡോ ടി ഓഫ് മ്യൂ എച്ച് സ്ക്വയർ പ്ലസ് മ്യൂ എപ്സിലോൺ സ്ക്വയർ. അപ്പോൾ എന്താണ് പറയുന്നത്, നമ്മുടെ ഒരു പോയിൻറ്റിങ് വെക്ടറിൻ്റെ അവിടെ ഒരു റേറ്റ് ഓഫ് ഡിഗ്രീസ് ഇൻ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ്
മാഗ്നറ്റിക് എനർജി സ്റ്റോർഡ് ആൻഡ് ഓമിക് ലോസസ്. ഇതാണ് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റും പ്രൂഫും. ഓക്കെ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു.